2 ദിനവൃത്താന്തം 27 അധ്യായം. യോഥാം. രാജാവാകുമ്പോൾ യോഥാമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ യെരൂഷ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാവായ ഉസിയായെപ്പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല. ജനം ദുരാചാരങ്ങൾ തുടർന്നു പോന്നു. അവൻ ദേവാലയത്തിൻ്റെ ഉപരികവാടം പണി കഴിപ്പിച്ചു. ഓഫേലിൻ്റെ മതിലിൻ്റെ പണി കുറെ നടത്തി. യൂദാ മലമ്പ്രദേശത്തെ പട്ടണങ്ങളും വൃക്ഷനിബിഡമായ മലകളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോന്യ രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അമ്മോന്യർ അവന് ആ വർഷം 100 താലന്തു വെള്ളിയും 10,000 കോർ ഗോതമ്പും അത്രയും ബാർലിയും കപ്പം കൊടുത്തു. തുടർന്നുള്ള 2 വർഷങ്ങളിലും അവർ അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും രീതികളും ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 25 വയസ്സിൽ ഭരണം ആരംഭിച്ച യോഥാം ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാസ് രാജാവായി. കർത്താവിൻ്റെ വചനം.